സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഫോടെക് മീഡിയ. അപ്പം നമ്മൾ ഇന്ന് തിരിച്ചിരിക്കുന്ന ഒരു റിവ്യൂ വീഡിയോസാണ്. ഒരു ബെസ്റ്റ് കീബോർഡ് ഉണ്ട് 3500 റുപ്പീസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പം ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ തിരിച്ചെന്നിരിക്കുന്ന ഗൈസ് റെഗുലറായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ബട്ടൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോക്സിന്റെ കട്രാന 2X FS3 എന്ന് പറഞ്ഞ ഒരു കീബോർഡ് ആയിട്ടാണ്. FS നമ്മൾ ഫുൾ സൈസ് കീബോർഡാണ്. അതായത് ഇതൊരു 98% കീബോർഡാണ്. 98% ബാക്കി കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത ഡിലീറ്റും ഹോം ഇൻസേർട്ട് എല്ലാം ഇങ്ങനെ നല്ല ഇതായിട്ട് നല്ല സൈസുള്ള നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു കീബോർഡാണ്. സാധാരണ 100% നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന 500 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന കീബോർഡും ഇതൊരു 98% കീബോർഡാണ്. അതായത് ഇതെല്ലാം ഷോർട്ട് ചെയ്ത് നല്ല കോമ്പാക്ട് സൈസാണ് നമുക്ക് ആവശ്യമുള്ളതാണ്. നംപാഡ് ഉണ്ട്, ഫങ്ഷൻ കീസ് ഉണ്ട്, നമ്പർ കീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിലാകപ്പാടെ മറ്റേ ഒരു എക്സ്ട്രാ ഒരു ഭാഗം വരുന്നതെന്ന് പറയുമ്പോൾ ഡിലീറ്റ് ഇൻസേർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഷോർട്ട് കട്ട്സ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം പ്രിന്റ് സ്ക്രീൻ ഇതിലുണ്ട്. അതായത് ഫങ്ഷൻ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും Ctrl+Shift+S അടിക്കും. വിൻഡോ ഷിഫ്റ്റ് എസ് അടിക്കും. ഇതിലാണെങ്കിൽ നമുക്ക് ഫങ്ഷൻ അടിച്ചിട്ട് ഇതിൽ ബ്രാക്കറ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്പ് പിക്ക് വരും. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടൊരു ഇതാക്കിയതാണ്. അപ്പം മുകളിലെ ഫങ്ഷൻ കീസ് എല്ലാം 9 to 12 ഫുള്ള് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് F9 വന്നിട്ട് നമുക്ക് കോപ്പയായിട്ട് ഓപ്പൺ ചെയ്യാം. F10 വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ബോക്സ് ഗെയിം ഓവറിൽ ഓപ്പൺ ചെയ്യാം. F11 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെയ്യാം. ഏത് വിൻഡോസ് ഫുള്ള് ക്ലോസ് ചെയ്ത് ഹോമിലോട്ട് പോകാം. ഇപ്പം നമുക്ക് ഗെയിം ഒക്കെ കഴിച്ചു. പിന്നെ F12 എന്നത് ലോക്ക് സ്ക്രീൻ ആകും. അതാണ്. പിന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിൽ വരുന്ന എന്തൊക്കെ പറഞ്ഞാൽ ഓൾവേസ് കീബോർഡ് അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് 3 എക്സ്ട്രാ കീ സ്വിച്ചസ് വരുന്നതായിരിക്കും. കീ സ്വിച്ചസ് വേണ്ടി പറയാം. പിന്നെ നമുക്ക് ഇത് വരുന്നതായിരിക്കും, കീ പ്ലക്കർ വരുന്നതായിരിക്കും. അതായത് റിമൂവർ എന്ന് പറയും, പ്ലക്കർ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് കീ ക്യാപ് പ്ലക്കറും പിന്നെ കീ സ്വിച്ച് സിസേഴ്സ് എന്നാണ് പറയുന്നത്. സ്വിച്ച് ഇളക്കാനുള്ള ഇതും അതൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ മെക്കാനിക്കൽ കീബോർഡാണ്. നമ്മൾ സാധാ മെംബ്രെയിൻ കീബോർഡ് വരില്ല. സാധാ മെംബ്രെയിൻ കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാ ബേസ് ഇതിൻ്റെ അകത്തും ഈ കീ ക്യാപ്പിൻ്റെ അടിയിലേറ്റൊരു റബ്ബർ ഷീറ്റ് ആണ്. അതാണ് മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അത് ഒരു സർക്യൂട്ട് ബോർഡിലേക്ക് സർക്യൂട്ട് ബോർഡിൻ്റെ മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം 0 വെക്കണമെങ്കിൽ ആ 0 പോയ റബ്ബർ ഷീറ്റിൽ ടച്ച് ചെയ്ത് ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് പ്രസ് ചെയ്ത് അത് താഴ്ന്ന് അതിപ്പോൾ ഒരു സർക്യൂട്ടിൽ തട്ടി ആ സർക്യൂട്ട് സിഗ്നൽ താഴെ കൊടുത്ത് അത് വേറൊരു പോയിന്റ് ഇത് ചെയ്ത് അങ്ങനെ ഒരു 4 ലെയറിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ലേ. ഇത് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ ഷീറ്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണേ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കീക്കും ഓരോ ഇൻഡിവിജ്വൽ സ്വിച്ചസ് ഉണ്ട്. അതാണ് ഈ മെക്കാനിക്കൽ കീബോർഡ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്കും നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ലൈഫ് സ്പാൻ ആണ്. പിന്നെ നമുക്ക് സ്വിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇത് വാങ്ങിക്കാൻ നമുക്ക് 3 സ്വിച്ചസിൻ്റെ ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് ബ്ലൂ സ്വിച്ച്, ബ്രൗൺ സ്വിച്ച്, റെഡ് സ്വിച്ച് ആണ്. ബ്ലൂ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നല്ല ക്ലിക്കി ആയിട്ടുള്ള നല്ല സൗണ്ടൊക്കെ ഉള്ള നമ്മൾ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഓക്കെ. ബ്രൗൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ബംസ് ഒക്കെ ഉള്ള നല്ല ഒരു ടാക്ടിക്കൽ ഇതായിട്ടുള്ള അത്ര ലൗഡല്ല എന്നാലും അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു മോഡൽ സ്വിച്ചസ് ആണ്. അത് വന്നിട്ട് ഓൾറൗണ്ടറാണ്, ബാലൻസ്ഡ് ആണ്. ടൈപ്പിങ്ങിനും ഗെയിമിങ്ങിനും ബാലൻസ് ചെയ്തിട്ടുള്ള മോഡലാണ്. ഇത് റെഡ് സ്വിച്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് കുറഞ്ഞ് നമുക്ക് ഇത് സ്മൂത്ത് കീ സ്ട്രോക്സ് ആണ്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ബെസ്റ്റ്. അത് ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ ഡിഫറൻഷ്യേറ്റ് സൗണ്ട്സ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് 3 അല്ല, ഇനിയും ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, കുറേ ഉണ്ട്. നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതങ്ങനെയാണ്. ഇതപ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും കീ ഡാമേജ് വന്നാലും ഇപ്പം നമ്മളെ മെമ്പറിൻ കീസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോന്നിട്ട് ഇളക്കി കളയുമ്പോൾ ആ ഒരു ഫ്രെയിം മാത്രമേ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇത് ആ കീ ഇളക്കണമെന്ന് പറയുമ്പോൾ വലിയ ഗുണമില്ല. ഇതായത് ഈ ഓരോ കീയുടെ ഇടയിലുള്ള ഗ്യാപ്പ് വൃത്തിയാക്കാൻ മാത്രമേ നമുക്ക് ഇളക്കിയിട്ട് കാര്യമുള്ളൂ.
ബാക്കി അഴുക്കെല്ലാം അകത്തോട്ടൊരു ഹോള് പോലെ മെമ്പറിലോട്ടിരിക്കുമ്പോൾ അപ്പോൾ ഉറുമ്പൊക്കെ കറിക്കുന്ന കീബോർഡ് പോയി ആ ഒരു മൈൻഡ് ആയിരിക്കണം ഇത്. അപ്പം നമുക്കത് ഫുൾ അഴിക്കേണ്ടി വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ മുകളിലത്തെ ഈ കീ ഇളക്കിക്കാണ് ഇവിടെ നിന്ന് താഴോട്ട് ഇതിലേക്ക് മദർ ബോർഡിലേക്ക് ഒരു കണക്ഷനും ഒരു ഹോളോ ഒരു ഇതുമില്ല. ആകപ്പാടെ വരുമ്പോഴത്തേക്കും ആകപ്പാടെ വരുമ്പോൾ ഒരു 2 ചെറിയ പിന്ന് പോലത്തെ ഈ 2 പിന്നിറങ്ങാനുള്ള 2 ഹോള്. അതുപോലെ എല്ലാ സ്വിച്ചസിനും വേണ്ടിയിട്ട് 98 സ്വിച്ചസ് ഉണ്ട് ഇതിൽ, 98 കീസ് ഉണ്ട്. ആ കീസിനെല്ലാം വേണ്ടിയിട്ട് ഇത്രയും ഹോൾസ്, ആ ചെറിയ ഹോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാക്കി ഇത് ക്ലീനിങ് ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ബ്ലൂ സ്വിച്ചസിൻ്റെ ഇതാണ് വാങ്ങിച്ചെങ്കിലും ഇതിൻ്റെ സെയിം മാച്ച് ആണെങ്കിൽ ഇതിൽ റെഡ് സ്വിച്ചസ് ഓൺലൈനിൽ കിട്ടുന്നതായിരിക്കും, ബ്രൗൺ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിടാം. ഇപ്പോൾ ഒരു സ്വിച്ച് ഡാമേജ് ആയിക്കാൻ ഇതിൻ്റെ കൂടെ 2 എക്സ്ട്രാ സ്വിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തതിന് വേറെ ഡാമേജ് ആക്കി നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഗൈസ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും ബോഡി വന്നിരിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക്കിലാണ്. പക്ഷേ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹെവിയാണ്. പിന്നെ അകത്ത് ഫ്രെയിം വന്നിരിക്കുന്നത് മെറ്റലാണ്, മെറ്റൽ ഫ്രെയിമാണ്. പക്ഷേ ബോഡി പ്ലാസ്റ്റിക് ആണെങ്കിൽ ഫ്രെയിം മെറ്റലാണ്. പിന്നെ ലേഔട്ട് എന്ന് ഫുൾ സൈസാണ്, പക്ഷേ നല്ല കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ TK ഉണ്ട്. TK ആകുമ്പോഴത്തേക്കും ഞാൻ പാഡ് ഒന്നും ആവശ്യമുള്ള സാധനമൊന്നുമില്ല, ഈ ഗെയിമിങ്ങിന് മാത്രമാണ്. പിന്നെ ഈ ഗെയിമിങ്ങും ഇതൊക്കെ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ ഞാൻ ഈ GTA ഹെല്ലി അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ചില ഗെയിംസിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നംപാഡ് ഒരു കുറേ കൺട്രോൾ വേണം. അതായത് എക്സാമ്പിൾ GTA തന്നെ ഹെലിയും അങ്ങനത്തെ എയർക്രാഫ്റ്റ് ഒക്കെ ഓട്ടിക്കണമെങ്കിൽ ഈ ഹെല്ല് നംപാഡ് വേണം. ഇത് അങ്ങനത്തെ കുറേ യൂസസ് ഉണ്ട്. അത് TK എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നോർമൽ നമ്മളൊരു കോമ്പറ്റീറ്റീവ് ഗെയിംസ്, അതായത് വാലറന്റ് കൊടുത്ത് അങ്ങനത്തെ ഗെയിം മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇതെടുക്കാം, TK എടുക്കാം. ഇതിന് തന്നെ നല്ല സെയിം വേരിയൻ്റ് ആണ്, പക്ഷെ അതിന് ഈ നംപാഡ് കാണുന്നതന്നെ ഉള്ളൂ. പിന്നെ കീ ക്യാപ്പ് നമ്മൾ നല്ലൊരു ABS ക്വാളിറ്റി വരുന്നത്, നല്ല തിക്കാണ്, ഇതാണ് ഡബിൾ ഷോട്ടാണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വരുമ്പോഴത്തേക്കും RGB ലൈറ്റ്സ് വരുന്നുണ്ട്. അതായത് 11 മോഡുണ്ട്. 11 മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷൻ പ്ലസ് സ്റ്റാൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പേരുണ്ട്. അപ്പോൾ ഓരോ കീ എത്തുന്നതായിട്ട് സ്റ്റില്ലാക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്യണ കീ ഇങ്ങനെ ലൈറ്റ് അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്നത്, നമ്മൾ ക്ലിക്ക് ചെയ്യണ മാത്രം ലൈറ്റ് അപ്പം എന്തൊക്കെ ഓണായി വരുന്നു പിന്നെ നമുക്ക് ഇത് പിന്നെ റണ്ണിങ് ആയിട്ടാക്കാം. പിന്നെ 3 വേരിൻ്റെ റണ്ണിങ് ആക്കാം. പിന്നെ ഇതിന് വേറെ ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫെയ്ഡിനൊക്കെ ആവുന്ന സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫങ്ഷൻ പ്ലസ് ആരോ ക്ലീവ് അപ്പ് ആൻഡ് ഡൗൺ അടിച്ചാൽ ബ്രൈറ്റ്നസ് കൂട്ടാം നമുക്ക്. പിന്നെ ഡൗൺ അടിച്ചാൽ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടാൻ കഴിയും. നമ്മൾ റൈറ്റ് ലെഫ്റ്റിൽ ആരൊക്കെ ലെഫ്റ്റ് അടിച്ചാൽ ബ്രൈറ്റ്നസ് നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ കഴിയും, നല്ല കുറയ്ക്കാം. പിന്നെ ഇത് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല കൂട്ടാൻ കഴിയും, നല്ല ഫാസ്റ്റായിട്ട് പോകാൻ കഴിയും. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ സോഫ്റ്റ്വെയർ അവൈലബിൾ. പിന്നെ കേബിൾ വരുമ്പോഴത്തേക്കും നല്ല ബ്രേഡഡ് ആയിട്ടുള്ളൊരു കേബിളാണ്, നല്ലൊരു ക്വാളിറ്റി ബ്രേഡഡ് ആയിട്ട് നമുക്ക് നല്ല ലൈഫ് ടൈമൊക്കെ വരുന്നത്, പെട്ടെന്നൊന്നും ഇതാവാത്ത പൊട്ടാത്ത രീതിയിലുള്ള കേബിളാണ്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും കീ വരുമ്പോഴത്തേക്കും ആൻറ്റി ഗോസ്റ്റിംഗ് കീ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പം WSD നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് J നിൽക്കണമെങ്കിൽ നമ്മൾ അറിയാതെ J നിൽക്കുമ്പോൾ കൂടെ ഒരു Kയും Lയും എല്ലാം നിൽക്കും. മെമ്പറിൻ കേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊക്കെ പറ്റിക്കും. ഇപ്പം നമ്മൾ വിചാരിച്ച J ആണെങ്കിൽ J ഇവിടെ പ്രസ് ആവണമെന്നൊരു നിർബന്ധമില്ല, ചിലപ്പോൾ K ഒക്കെ ആയിരിക്കും പ്രസ് ആവണം. പക്ഷെ ഇതങ്ങനെയല്ല. ആൻറ്റി ഗോസ്റ്റിംഗ് കീ റോൾ ഓവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ J ആണ് നിൽക്കുകയാണെങ്കിൽ ബാക്കി ഞെക്കിയാലും J അവിടെ സപ്പോർട്ട് ആയിരിക്കും, അവിടെ ഇതായിരിക്കും. പിന്നെ ഗെയിമിങ്ങിന് നല്ല ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, ഈസിയാണ്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും വോളിയം നോബാണ്. ഇതിങ്ങനെ കറക്കാൻ പറ്റില്ല, സ്മൂത്തായിട്ട് ഇങ്ങനെ കറക്കി വീണ ആ മോഡലൊന്നുമല്ല. ഇത് നമ്മൾ റെഗുലേറ്റർ മോഡലിലുള്ളൊരു വോളിയം നോബാണ്. പിന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മ്യൂട്ട് അൺമ്യൂട്ട് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബിൽഡ് ഓടിച്ചാണ്. മെക്കാനിക്കൽ സ്വിച്ചിൻ്റെ കാര്യമാണ് മെയിൻലി. നമ്മൾ സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഓരോ സ്വിച്ചിൻ്റെ ഒരു സ്വിച്ച് ഓഫ് ആയി ഓണാണ് ഒരു കളറൊക്കെ ഉണ്ട്, നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനൊരു കോണെന്ന് ഇതാകാൻ, അതായത് ഇതിനൊരു പോരായ്മ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇതിന് സോഫ്റ്റ്വെയർ ഇത് വരുന്നില്ല, ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് വെച്ച് ഈ കീ ഒക്കെ നമുക്ക് ഈ വരുന്ന എക്സ്ട്രാ കീ ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്നത് സൂപ്പറാകും. നല്ലൊരു കീബോർഡായിരിക്കും. ഇതിങ്ങനെ
ഇത് ഈ പ്രസ് ചെയ്യുന്നത് മാറ്റാനൊക്കെ പറ്റിയതും. പിന്നെ എഫ് കീ ഫങ്ഷൻ കീസിൻ്റെ ഒക്കെ ഫങ്ഷൻ മാറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിനൊരു കേസ് ഫോം കൊടുത്തിട്ടുണ്ട് കേസ് ഇവര്, അത് നല്ലൊരു കേസ് ഫോമാണ്. ഇപ്പോൾ സൗണ്ട് ചെയ്യാൻ നോക്കോ, ഇതിപ്പോൾ ഒരു കേസ് ഫോം ഇല്ലെങ്കിലേക്ക് ഇതാണ് ഒരു മെറ്റൽ അടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും, ഫ്ലാറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ഇപ്പം ഇതിങ്ങനെ തന്നെ അത്യാവശ്യം നല്ല സ്ലാൻഡ് ആണ്, പക്ഷേ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു നോർമൽ യൂസ് ചെയ്തതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ 2 സ്റ്റാൻഡേർഡ് ഉണ്ട് ഹൈറ്റ്, അത് ചെയ്യണിക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഗെയിമിങ്ങിന് എല്ലാത്തിനും നമുക്ക് കുറച്ചും കൂടെ സ്ലാൻഡ് ആയിട്ടിരിക്കണതാണ് എനിക്ക് താല്പര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വലിയ 2 സ്റ്റാൻഡ് ഇങ്ങനെ ഇടാം. എങ്കിൽ നമ്മളതിങ്ങനെ ഇതിലിട്ടേക്കും. ഇത് നല്ല സ്ലാൻഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് ടൈപ്പിങ് ചെയ്തൊക്കെ വരും. ഇതാണ് ഇത് വാങ്ങിക്കണം. നമ്മൾ 3000 റുപ്പീസാണ് നമ്മുടെ ബഡ്ജറ്റ് എങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റിയൊരു സാധനം. പിന്നെ ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ 1800 രൂപയ്ക്കും 1900 രൂപയ്ക്കൊക്കെ കിടപ്പുണ്ട്. അതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്റ്റീലാണ് ഇത് ആ ബഡ്ജറ്റിനൊക്കെ ഇത് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമാണ്. 1800 രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഭമാണ് ഈ കീബോർഡ്. ഇതുപോലത്തെ ഒരു കീബോർഡ് അങ്ങനെ 1400 രൂപയ്ക്ക് 1800 രൂപയ്ക്കൊന്നും ഈ ബ്ലൂ സ്വിച്ചസ് വരുന്ന കീബോർഡൊന്നും ഇല്ല. 2000 രൂപയ്ക്ക് താഴെയുള്ള കീബോർഡിലൊന്നും ബ്ലൂ സ്വിച്ചസും അങ്ങനെ മെക്കാനിക്കൽ കീബോർഡിൽ ഇതില്ല. മെമ്പറൈൻ മെക്കാനിക്കൽ ഒന്നും പറയില്ല, മെക്കാനിക്കൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും മെമ്പറൈൻ കീസും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എൻ്റെ ഇത്രയും നാളെ ഞാൻ മെക്കാനിക്കൽ കീബോർഡ് തന്നെ ആദ്യം വാങ്ങിച്ചാണ്. മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഇതൊക്കെ വെച്ചാണ് വാങ്ങിച്ചത്. പിന്നെ വന്നപ്പോഴാണ് മെമ്പറൈൻ കീ ആൻറ്റി സ്പോർട്സിൻ്റെ ഒക്കെ, അതൊക്കെ മെക്കാനിക്കൽ കീബോർഡ് അല്ല, ഇതാണ് മെമ്പറൈൻ കീസാണ്. എല്ലാവരും ചിലവരൊക്കെ നമ്മൾ ഈ കീബോർഡിൽ നിന്ന് ഇങ്ങനെ ബഡ്ജറ്റൊക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു കീബോർഡ് എന്നാകുമ്പോഴത്തേക്കും മെക്കാനിക്കൽ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അല്ല, ചില കീസുണ്ട് മെക്കാനിക്കൽ ആയിരിക്കും, നല്ല സൗണ്ടും ആയിരിക്കും, പക്ഷെ അടിയിൽ മെമ്പറൈൻ ആയിരിക്കും ഗൈസ്. അത് മെക്കാനിക്കൽ അല്ല ഗൈസ്, അത് മെമ്പറൈൻ കീസാണ്. അപ്പം ഈ 2000 രൂപയ്ക്ക് താഴെയൊക്കെ മെമ്പറൈൻ കീസേ കിട്ടുള്ളൂ. പക്ഷെ ഓഫർ ടൈമിലൊക്കെ ഇരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1800 രൂപയ്ക്കെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്റ്റീൽ ഓപ്ഷനാണ്. പിന്നെ ഇവോഫോക്സ് നല്ലൊരു ബ്രാൻഡാണ്. ഞാനും ഇവോഫോക്സിൻ്റെ കുറേ സാധനം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവോഫോക്സിൻ്റെ കൺട്രോളറിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ വീഡിയോ വരുന്നതായിരിക്കും, ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ടോപ്പ് ക്വാളിറ്റി സാധനമാണ് ഈ ഇവോഫോക്സിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റം വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ലാപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു സിസ്റ്റം ചെയ്തപ്പോൾ കുറച്ചുകൂടെ ലാപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ലാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ തൊട്ട് ലാപ്പിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് വീണ്ടും അടുത്ത ബിൽഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എല്ലാ ആക്സസറീസും ഒരു ഹെഡ്സെറ്റ്, മോണിറ്റർ മാറ്റി. പിന്നെ ഇത് ഞാൻ പഴയ മോണിറ്റർ സെക്കൻഡായിട്ട് വെച്ചേക്കുന്നതാണ്, ഇവർ രണ്ടത് വാങ്ങിക്കണമെന്ന് ചോദിച്ചു. പിന്നെ വെബ് ക്യാമിക്ക് എല്ലാം ഞാൻ മാറ്റി. പക്ഷെ ഞാൻ മാറ്റാത്ത 2 ആക്സസറി മൗസും കീബോർഡാണ്. കാര്യം മൗസ് എന്ന് പറഞ്ഞാൽ ലെനോവോ ലീജൻ്റെ മൗസാണ് M300. ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് 3 വർഷത്തോളം എൻ്റെ ഇരിക്കുന്നത്. നല്ലൊരു മൗസാണ്. വീഡിയോ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. പിന്നെ കീബോർഡ് എനിക്ക് നല്ല കംഫർട്ടാണ് മാറ്റാത്തത്. ഞാനിപ്പോൾ വീഡിയോ കിട്ടുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് തീർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.